കഴിഞ്ഞ എസ്മയുടെ കഴിഞ്ഞ എന്താ എന്തിനാ നീ അത് ചെയ്യണത്? അവള് കളിക്കുന്ന സാധനല്ലേ, അവള് കളിച്ചോട്ടെ. ഞാൻ അടുത്ത ആൾ അവിടെ മറ്റേ കോൺഫ്ലവർ എടുക്കാൻ പോയിട്ടുണ്ട്. കിട്ടണല്ലേ? നല്ല ബട്ടറൊക്കെ ഇട്ടിട്ട് നൈസ് സോസാണ്. ജസ്റ്റ് ഒന്ന് വാമാക്കി എടുക്കണേ ഉള്ളൂ. ഞാൻ ഇവിടുത്തെ റോഡ് ക്രോസിംഗ് ആണ് കേട്ടോ കുട്ടികളുടെ. പറഞ്ഞിട്ടാ വരുന്നത്. നോക്കി കിടക്കായിരുന്നു. താങ്ക് യു അമ്മ. ഹൗ ആർ യു? ബെറ്റർ ആയിട്ടുണ്ടോ? ജോലിക്ക് പോകണ്ടോ? പോണില്ലേ? ഓ ഗുഡ് മോർണിംഗ് മാഡം. Irma, how are you? Not I mean, you gave it to me already. Yes, May. Yes, May. Era, yes, May ne viളിച്ചേ? Yes, May ne വിളിച്ചേ? Yes, May. വിളിച്ചേ? Yes, May ne വിളിച്ചേ? അമ്മ അല്ലടാ, yes, May ne വിളിച്ചേ? Yes, May. അമ്മ, ഇതമ്മ, അത് എസ്മേ. പറഞ്ഞേ എസ്മേ. എസ്മേ ഗുഡ് മോർണിംഗ്. എസ്മേ അമ്മമ്മ. ആ ഇത് അമ്മ, അമ്മമ്മ. അമ്മമ്മ ഇപ്പോ നോ നോ എണീക്കറേ. പ്രിങ്ങോ എണീക്കേട്ടാ. അതെ കുട്ടി വിളിക്കണ്ട് നിന്നെ. പ്രിങ്ങോനെ വിളിച്ചേ? വിളിച്ചേ? എസ്മേ പ്രിങ്ങോന്ന് വിളിച്ചേ? ആ വേണ്ട. ആ പെമ്മ പെമ്മ പിങ്ങ എന്നിട്ടാ ഏഴേട്ടാ. നീ സ്കൂളിൽ പോണ്ടാ പിങ്ങ? കുട്ടിക്ക് വരെ ചിരി വന്നു. പിങ്ങ നീ സ്കൂളിൽ പോണ്ടാ? പോണില്ലേ? പോണ്ടെങ്കിൽ നീ പോണ്ടെന്ന് പറയും. പോണില്ല വെച്ചെങ്കിൽ പിന്നെ ആരും നേരത്തെ പോണ്ടെന്ന്. നീ പോണ്ടാ? ആ ഓക്കെ എന്നാ ഗെറ്റ് റെഡി ദെൻ. നല്ല രസം കേട്ടാ എസ്മേരിക്കുന്ന കാണാൻ. ഒരു കുരങ്ങില്ലേ കൊണ്ട് ഇടുക്കിയിലൊക്കെ ചിലപ്പോൾ കാണരുത്, കേൾക്കരുത്, മിണ്ടരുത് എന്ന് പറഞ്ഞ ഒരു മറ്റേ ഇത് മിണ്ടും. പക്ഷെ ഒരു നാളികേരം കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കുരങ്ങനെ കണ്ടിട്ടുണ്ടോ നീ? അതേപോലെ അവിടെ ഇരുന്നായിരുന്നു ശരിക്കും. ഇപ്പൊ കാലിന്റെ പൊസിഷൻ മാറി. ഇന്ന് മുടിയൊന്നും കെട്ടണില്ലേ? അമ്മ ഒന്ന് ബെറ്റർ ആണോ? കുറച്ചുകൂടെ ബെറ്റർ ആണോ? ഇച്ചിരി. ദാറ്റ്സ് ഗുഡ്. അറ്റ്ലീസ്റ്റ് there is a progression we can see. Okay, so probably look like the whole week off. നീ ഓക്കെ ആണെങ്കിൽ പൊക്കോ. എനിക്ക് നീ ജോലിക്ക് പോകണത് എനിക്ക് സന്തോഷം. എനിക്ക് വീട്ടിലിരിക്കുമ്പോ ടെൻഷൻ. എനിക്ക് എന്നും നിനക്കല്ലേ തോന്നേ? എനിക്ക് നീ ഇവിടെ ഉള്ളതാ ശല്യം. നീ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ നിനക്കുള്ള സർവീസ് ഒക്കെ ചെയ്യണം. ഫുഡ് ഉണ്ടാക്കി തരണം, ചായ ഉണ്ടാക്കി തരണം. നിന്നെ ഇടയ്ക്ക് കടല് ചെയ്യണം. നീ ഇടയ്ക്ക് പോതപ്പ് ശ്യാമല. ഞാൻ ഒരു ഫുഡും ചോദിച്ചിട്ടില്ല. അത് തന്നെയാണ് പ്രശ്നം. എന്താ ഇങ്ങനെ അമ്മനെ ആലോചിക്കും. ഇപ്പൊ കണ്ടാ ഇങ്ങനെ ഇത് ജാതിയൊക്കെ കിട്ടണം. ഇങ്ങനെ എയർ ഇങ്ങനെ നോക്കിട്ട് അമ്മ അമ്മ നമ്മളിങ്ങനെ കൈ വയ്ക്കാറില്ല. ഇത് എവിടെ പഠിച്ചോ അമ്മ? ഇപ്പൊ ഞാൻ കാണിച്ചാലോട്ടെ, ചിലപ്പോ കാണിക്കുന്നു. നോക്കിയോ ഏറാ 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 പിണങ്ങിയ ഏറാ. പിങ്ങോടെ പിങ്ങോടെ. അതിന് കോമച്ചിരി സ്വഭാവമായി. പിങ്ങോടെ ഏറാ കാണിച്ചേ. പിങ്ങോടെ. അതെ ഏറാ പിങ്ങോടെ. പിങ്ങു എവിടെ? കോപ്പിലെ പിങ്ങു നിന്റെ പേരില് പോയാണെന്ന് എൻ്റെ. നീ പറയണ പോലെ ഞാൻ എന്താ പട്ടിയോ വീട്ടിൽ വളർത്തണേ? അതിന്റെ തല പിടിച്ച് കളിക്കില്ല. ധന്യേട്ടൻ തന്നെ കൊണ്ടുള്ള കുഴപ്പം. നീ കിടന്നോ റായിറാ? നീ അങ്ങനെ കിടന്നോ? എസ്മേ നീ കിടന്നോ? അത് തന്നെ, ഒരു കുഴപ്പമില്ല കേട്ടാ. കുട്ടിയുടെ കിടന്നോ കേട്ടാ. ഇതാ ശരിക്കും കുരങ്ങ്. ഇതല്ല ആട്ടങ്ങിയിരിക്കും. ഞാൻ റിമോട്ട് പിടിച്ച് ഞെക്കിയിട്ട് അതിന്റെ കംപ്ലീറ്റ് മോഡ് കഴിഞ്ഞ ദിവസം തിരിച്ചു വെച്ചു. കണ്ടു എന്തെങ്കിലും സാധനം കയ്യിലിരിക്കട്ടെ മോനെ, ഒരു സെക്കൻഡ്. എന്തെങ്കിലും സാധനം ചെയ്ത് എന്റെ കാല് പിടിച്ച് മസാജ് ചെയ്താ ഇതാ കാല് കടിക്കില്ലട്ടാ. കിട്ടിട്ട് കാലും കടിച്ചാ.
ആ ചിരി തന്നാവും, ഞാൻ വായിൽ കുത്തും കാലിൽ കുത്തും അങ്ങനെ തന്നെ. ആ ഇപ്പൊ കടിക്കണില്ല ഏട്ടേ, വെറുതെ ഗോഷ്ടി കാണിക്കണല്ലോ. വേദനിപ്പിക്കുന്നില്ല, അവൾക്ക് അറിയാൻ വേദനിക്കുന്നത്. ഞാൻ മോഹത്തെ ഞാൻ എന്ത് ചെയ്യാനാ? അതല്ല അതിന് കാലത്തന്നെ ഇളകിയിട്ടിരിക്കണത് എന്താ പറ്റി? കിട്ടണ ഓ കഴിഞ്ഞ എസ്മയുടെ കഴിഞ്ഞ മുടി കെട്ടി കഴിഞ്ഞ ഇല്ലേ കഴിഞ്ഞ ഇനിയും മുടി ചെയ്യുന്നുണ്ടാ? ആ ഇനി ചെയ്യുന്നുണ്ടാ? അമ്മ നല്ല ഭംഗിയിൽ മുടി കെട്ടി തന്നിട്ടില്ല, ഇനി കളയണ്ട കേട്ടാ. നൈസ് ആയിട്ട് എസ്മുട്ടേ can I take a photo of you please? 3, 2, 1 go. അമ്മയ്ക്ക് സിക്കായ കാരനാട്ടാ, ഒരു ലില്ലിപ്പൂ ബാക്കിലും ഒരു ലില്ലിപ്പൂ ഫ്രണ്ടിലേക്കും നീങ്ങിയിരിക്കുന്നുണ്ട്. ഇത് സിക്കായപ്പോ ലില്ലിപ്പൂ ഒന്ന് ബാക്കിലേക്ക് പോയിട്ടുണ്ട്. ദാറ്റ്സ് ഓൾറൈറ്റ് അമ്മ, ഇറ്റ്സ് ഓൾറൈറ്റ്, വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പുതിയൊരു വണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടാ ഏറമ്മയ്ക്ക്, അല്ല ഏസ്മയ്ക്ക്. ഇത് വെച്ചിട്ട് വരയ്ക്കുക, അപ്പം നല്ല സൗണ്ട് ഇതിൻ്റെ മുകളിൽ അങ്ങോട്ട് വരയുമ്പോഴേ. ആ ആ അപ്പ അത് വന്നിട്ട് മേടിച്ചില്ല. എന്തിനാ നീ അത് ചെയ്യണത്? അവൾ കളിക്കുന്ന സാധനല്ലേ, അവൾ കളിച്ചോട്ടെ. എന്നാ യസ്മേ നോ യസ്മേ എടുത്തോ. ആ കൊത്തി ഇതിഞ്ഞേട്ടാ തന്നെ കൊത്തിന്ന് വിളിക്കണേ, നോക്കണ. ഓ ഓ ഓ സാരല്ല. ഓ ഓ കൊഞ്ചി 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 തളരല്ലേ. ഓ വേറെ ഒന്നും കിട്ടിയില്ല കേട്ടോ തിന്നാനായിട്ട്. മുട്ട വേണ്ടേ? സോക്സ് തിന്നണേ. ഹായ് നല്ല സോക്സ്, അമ്മ പാകത്തിന് പറ്റിയിട്ടുള്ളൊരു സോക്സ് മേടിച്ചു നോക്കിയേ, കണ്ടാ നല്ല സോക്സ്. അത് ഊരില്ല കേട്ടാ, ഊരില്ല. ഇപ്പൊ ഊരും, ക്യാമറ പൊട്ടിക്കും. ആ ടോം ആൻഡ് ജെറിയിലെ ഒരു ഇതിനെ കണ്ടിട്ടുണ്ടോ നീ കൊണ്ട് ഒരു പൂച്ച? ആ ടോമിന്റെ ഗേൾഫ്രണ്ട് ആയിട്ട് പറഞ്ഞൊരു പൂച്ച ഉണ്ട്. അതിന്റെ ഡ്രസ്സ് ഏതാണ്ട് ഇതുപോലത്തെ ഒരു സ്റ്റോക്കിന് ഇതാ. എന്നിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ അപ്പൊ ഇങ്ങനെ ടോമിന് ലവ് വരുന്നു, ലവ് വന്നിട്ട് അപ്പൊ അതുപോലെ ഉണ്ട് കാണാനായിട്ട് രണ്ടാൾക്കാരിനി. സോക്സ് ഗംബൂട്ട് പോലെയുള്ള ഇരിക്കണത് എവിടെ നമ്മ മേടിച്ചേ? ചുമക്കണേനെ എന്നെ വിരല് കൂട്ടി കാണിക്കണ എന്റെ കണ്ണ് കുത്തിപ്പോട്ട് ഒറ്റ കണ്ണനാക്കിയായിരുന്നു. അപ്പൊ കള്ളിന് ചിത്രമായി കറക്റ്റ് ഒറ്റ കണ്ണ്. സോക്സ് ഉണ്ട്, പക്ഷെ ഒരു സോക്സ് നമുക്കേ മുട്ട കഴിച്ചിട്ട് വേഗം പോവാ കേട്ടാ. എന്റെ കാറ്റ് ഗേൾ ഫ്രണ്ട് വന്നേ. ഓ ഗോ ഇറക്കിപ്പോ അമ്മോട് ഭയങ്കര സ്നേഹം. അയ്യോ തിരിഞ്ഞോ, അവിടെ മുട്ട എടുത്തിട്ട് വരാം. നല്ല സോക്സ് ആട്ടാ, ഇന്ന് തണുപ്പാട്ടാ ഔട്ട് സൈഡ് കേട്ടാ. നല്ല സൂ 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 പറഞ്ഞേ, ഷൂ എന്ന് പറഞ്ഞേ. ടോമിന്റെ ഭാര്യ പയ്യേ പയ്യെ അമ്മമ്മേ ഓൾറെഡി. ആ സോക്സ് ഇട്ടിട്ട് നടക്കാനും പറ്റുന്നില്ല. പണ്ടേരം കുറച്ച് ബാലൻസ് കൂടുതൽ കിട്ടി തോന്നുന്നുണ്ട് ഇട്ടേ. ഇതിന് വീതി അടിയുള്ള കാരണേ കാലിന്. ആ തിരിയുന്നൊക്കെട്ടാ സഡൻ ടേണ്. ഇറക്കി നടക്കൊന്നും വേണ്ട, ഇങ്ങനെ ബൊമ്മേനും പിടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നാ മതിട്ടാ അമ്മയുടെ പോലെ. എന്നെ കണ്ട നീയേ എനങ്ങില്ല എന്തെങ്കിലും പേടിപ്പിക്കലും അമ്മയുടെ പോലത്തെ. അപ്പാപ്പന് ഇങ്ങനെ തന്നെയാ, ഞെട്ടിക്കല് മാത്രല്ലോ, ഒന്നും ചെയ്യില്ല, അവിടെ ഇരിക്കും. പിന്നെ എല്ലാം തികഞ്ഞ ഞാനുള്ള കാരണം കുഴപ്പമില്ല, നിങ്ങളെന്നൊക്കെ ഞാൻ മാനേജ് ചെയ്യുന്നുണ്ട്. അത് കാരണം ഇനി വേറെ ആളുണ്ട് ഇവിടെ, വേറെ ആളുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ എൻ്റെ നെഞ്ഞെത്തിക്കുന്ന രാവിലെ എഴുന്നേറ്റു, മുട്ട പൊരിക്കാൻ വന്നു, മുട്ട ട്രേ എടുത്തു, അവിടെ വെച്ചു. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ കുട്ടികളുണ്ടാ? മുട്ട ട്രേ എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക രാവിലെ 8:30 ഇപ്പം 8:30 ഇങ്ങനെ നിൽക്കുക.
പെട്ടെന്ന് കബോർഡിനകത്തൊരു ചോക്ലേറ്റ് കണ്ടു. അപ്പൊ ശ്രദ്ധ മുഴുവൻ ചോക്ലേറ്റിന്റെ മുകളിലേക്ക് പോയി. ചോക്ലേറ്റ് ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കുക. 8:30 എന്നുള്ളത്. പക്ഷെ രാവിലെ എൻ്റെ വശം കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഒക്കെ ചാർജ് ചെയ്യാൻ വെക്കണതും ഐപാഡും എല്ലാം റെഡിയാക്കുന്നുണ്ട്. ഈ വക പണികൾ മാത്രം എന്തെങ്കിലും മറക്കണേ. ആ സമയത്ത് ആരന്നെ ബുദ്ധിയാ? വീഡിയോ നിക്ക്. ഡാഡ പിടിന്നെ നിക്കണേ. ഡാഡന് 24 മണിക്കൂറും കിച്ചൻ്റെ ഉള്ളിൽ തന്നെയാ. എന്നിട്ട് ഇതാങ്കാവും. ഒരാൾ പോയിക്ക് പൊട്ടിക്ക്. നീ പിള്ളേരെ മുട്ട ഉണ്ടാക്കി കൊടുക്കണോ? രാവിലെ ചോക്ലേറ്റ് പാക്കറ്റ് പിടിച്ചിട്ട് ഇന്റെ മേലത് കൊണ്ടാലേ. ആ കുട്ടികളുടെ മേലേക്ക് പാൻ വീണ് കഴിഞ്ഞാൽ അച്ഛമ്മേന്റെ മോന്തം ഇങ്ങനെ ഇരിക്കട്ടാ. തമാശകളി അപ്പൊ മാറും. അച്ഛമ്മോനെ എണ്ണ കിട്ടുന്നു നിനക്ക്. നീ അച്ഛമ്മൂന്റെ മുട്ടാരാ പൊരിക്കണേ? അതൊക്കെ നീ പൊരിക്കണ രാവിലെ എന്നിട്ട്. അല്ലെങ്കിൽ സ്കൂളിൽ പോകണ്ട തീരുമാനിക്കുക. സ്കൂളിലേക്കൊക്കെ വേണമെങ്കിൽ പോയാൽ മതി. വീട്ടിലെ കാര്യങ്ങൾ ആദ്യം ചെയ്യണം. അതൊക്കെ പല ആഗ്രഹങ്ങളും നമുക്ക് ഉണ്ടാവും. ഇന്നെ മുറിക്കണം, മുറുക്കി വെട്ടണം എന്നൊക്കെ. ഒന്നും തൽക്കാലം നടക്കില്ലായിരുന്നു. തന്നെ ഇതിങ്ങനെ പിടിച്ചിരിക്കുക കുറെ നേരം. ഇത് പിടിച്ചിരിക്കുമ്പോ ഇതിന്റെ മധുരം കിട്ടുന്നുണ്ട്. കൈ ഓരോരോ ഇതാരപ്പോ മേടിച്ചോണ്ടെന്ന് ഇവിടെ. ഈ ബർത്ത്ഡേക്ക് എന്താ കോഴിമുട്ടയും ലഡു അല്ല ഈ സ്റ്റേക്കൊക്കെ കൊടുക്കാത്താവോ? ബർത്ത്ഡേക്കൊക്കെ മധുരം മേടിച്ചു കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക് മുഴുവൻ. ഞാൻ അടുത്ത ആൾ അവിടെ മറ്റേ കോൺഫ്ലവർ എടുക്കാൻ പോയിട്ടുണ്ട്. കിട്ടണല്ലേ? ആവശ്യത്തിന് വെള്ളം ഉടുപ്പിലുണ്ട്, അത് മതി. അമ്മമ്മ പറയും എടുത്തിട്ട് കുത്തു ഞാൻ. മോനൊന്നും അറിയില്ല. മോൻ വയ്യാണ്ട് കിടക്കുമ്പോ നിങ്ങൾ കണ്ടല്ലേ വീഡിയോ? മോനെ അടുത്ത കൂടെ പോയാ മതിന്ന്. മോനെ എന്ത് വയ്യാണ്ടെങ്കിലും മോനിങ്ങനെ എടുക്ക. ഇതിങ്ങനെ 3 ദിവസം കിടക്കും അല്ലേ? എനിക്ക് ഇവര് പോയിട്ടുണ്ടെന്ന് ഉറങ്ങാൻ. 3 മണി വരെ ഉറങ്ങിയിട്ടില്ല മോനെ. ഈ എസ്മ ചാടി ചാടി വന്നിട്ട്. ഓ ദാറ്റ് ഈസ് ദ റിയൽ ലൈഫ് എന്ന് പ്രിങ്ങപ്പൻ. തരാൻ പറ്റോ? ചൂടാണ്. ഇതാരും ഇവിടെ കൊണ്ടുവച്ചത്? അല്ലെങ്കിൽ തന്നെ ഇത് പൊങ്ങണില്ല. എല്ലാ സാധനം ആ പെണ്ണെടുത്ത് എറിയും. പുതിയ പരിപാടി എക്സ്പ്ലോറിങ്. ഞാൻ ക്യാമറ എടുത്ത് എറിയല്ലോട്ടാ. തന്നെ അതുപോലെ പുറത്തേക്ക് എടുത്ത് എറിയും. ആ ചെരുപ്പ് കൊള്ളട്ടെ കൊള്ളത്. നീ എന്നാ മേടിച്ചത്? നല്ല രസം. നാളെ മേടിച്ച ഒരു ദിവസം ഞാൻ ഇട്ടതാണ്. അപ്പൊ അവര് ഊരി കളഞ്ഞ്. കുറച്ചുകൂടി വീതികളാണെന്ന് വെച്ചെങ്കിൽ ഇവര് വീഴുന്നില്ലേ, നടന്നു നോക്കോളും. എന്തേ താറാവ് അല്ല, താറാവ് വലിയ കാര്യം ഇങ്ങനെ പോക്കുള്ളേ. കളിക്കില്ലേ മോനെ? അല്ല അങ്ങനെ എന്നെ പോണേ. എന്റെ കാലൊക്കെ തുടച്ചു. ഞാൻ കാലാപാനിയിലെ മോലല്ല. തുടക്കി തുടക്കുന്നില്ലേ? അപ്പൊ എന്നാ ഞാനും മാന്തി. കണ്ട അതേ കണ്ട ഞാൻ പറഞ്ഞ പോലെ കണ്ട. അവർക്ക് ചെരുപ്പിടണ്ടേ? ഇനി നടക്കാൻ തുടങ്ങിയില്ലേ? ഇത്ര കാലം ഇട്ടിട്ടില്ലല്ലോ. നേരാ ജാഥ വിളിച്ചിട്ടാണല്ലോ വരണേ. അവിടെ സോഫയില് നന്നായി പണ്ടരടങ്ങാനായിട്ട്. ഇല്ലെങ്കിൽ ഞാൻ ആ ജനലം വിളിച്ച് അപ്പുറത്തേക്ക് പോയനായിരുന്നു. ലില്ലിപ്പൂ വരുന്നുണ്ട്. എന്തത് ആ ഷൂട്ടിട്ട് നടക്കണാണ്. നല്ല രസം കിട്ടും അമ്മ. നിങ്ങള് ചിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ കാണിക്കണേ നമ്മള്. ആര്? ആണാ? അവളെ കളിയാക്കാൻ. ഇനി ഗുഡ് ഗേൾ. വെള്ളം എടുത്തിട്ട് വരണ വെള്ളം വേണ്ടി വരും എല്ലാവർക്കും. പിന്നെ എന്തിനാ തുപ്പിയത്? എന്തിനാ ഇപ്പൊ തിന്ന കൊച്ചു? ഇന്ന് മോസ്റ്റ് കോൾഡസ്റ്റ് ഡേ ആണെന്നാണ് പറയുന്നത് കേട്ടോ. ഇന്നലെ രാത്രി തന്നെ പ്രിങ്ങുവിനെ പിക്ക് ചെയ്യണ സമയത്ത് 5 ഡിഗ്രി ഈവനിങ് ആയിരുന്നേ. ഇവർക്ക് ഒരു തണുപ്പില്ല. നോക്കിയാൽ തണുത്തിട്ട് അവിടെ ഇറങ്ങിയ വശം കട്ടേ കൂട്ടാ. പറഞ്ഞിട്ടുണ്ടോ? വേറെ ഒരു ഉടുപ്പ് കൂടി ഇടിക്കണം, സ്വെറ്ററും കൂടി ഇടിപ്പിക്കണം അവനെ. നല്ല തണുപ്പൂട്ടാ.
സ്വെറ്റർ വേണോ മോനെ? ഫുൾ ഐസ് ഇതേ പിങ്ങോ എടുത്തേ പിങ്ങോ ഇതൊക്കെ ഇവിടെയൊക്കെ ഫുൾ ഐസ് എടുത്തേ പിങ്ങോ. ഏറാൻ ഒന്ന് എടുത്ത പൊന്നു പിങ്ങോ. ഏറാൻ എടുത്തേ പൊന്നോ മോനെ. ഡോറൊന്ന് തുറക്കുവോ? അല്ലാണ്ട് പോണ്ടാ. തുറന്നു ഇല്ല ഇല്ല. എപ്പോഴും അതായത് തുറന്നു ശബ്ദം വെച്ചു, ആരോഗ്യം വെച്ചു അമ്മയ്ക്ക്. അത് പറയുന്നു. ഇതൊക്കെ പിങ്ങ ഈ ലെറ്റർ ബോക്സിന്റെ മുകളിൽ നോക്കിയേ. ഏറാന്റെ മുഖത്ത് ഏറമേൻ അവിടെ ഇരുത്ത്. നല്ല രസവും കുണ്ടീനെ ഒട്ടി പിടിക്കട്ടെ. ആ മോനെ ഇന്നലെ പുല്ല് കിട്ടിയില്ലല്ലോ. ഇല്ല സാരില്ല, ഇന്ന് വെട്ടാ ഇന്ന് രാവിലെ. കേട്ടാ. അത് കൊണ്ടുപോയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. 2 ഡിഗ്രിയാണ് കേട്ടാ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ. എന്നാൽ നൈറ്റിലൊക്കെ -2 ഒറ്റ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. -2 സംതിങ് ലൈക്ക് ദാറ്റ്. ഗുഡ് മോർണിംഗ് ചങ്ങനാശ്ശേരി. മോനിപ്പോ മോർണിംഗ് കോണേടി വിത്ത് ടീം ബൂം ബാങ്. ചങ്ങനാശ്ശേരി റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മള് വേറൊരു പ്ലാനിങ് കൂടി ചെയ്യുന്നുണ്ട്. അതായത് ചങ്ങനാശ്ശേരിക്ക് പോകണ്ടോ? ചങ്ങനാശ്ശേരിക്ക് ഞാൻ ചങ്ങനാശ്ശേരിക്ക് പോയിട്ടുണ്ടെങ്കിലും അതല്ല പ്ലാനിങ് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ നമ്മളോട് കമന്റ് ആയിട്ട് കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആളുകളെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മള് ഒരു കമന്റ് സെക്ഷൻ, അപ്പൊ ഒരു വെറൈറ്റി ആയിരിക്കുമല്ലോ. എല്ലാ ദിവസത്തിനേക്കാളും പോലെ റെഗുലർ ആയിട്ട് ഒരേ സംഭവമല്ല. അപ്പൊ നിങ്ങൾ തന്നെ കൂടെ അതിൽ ഒരു ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നതിലൂടെ കുറച്ചും കൂടി നമുക്ക് നമ്മുടെ ഡെയിലി വ്ളോഗിനെ ലൈവ്ലി ആക്കി കൊണ്ടുവരാൻ പറ്റും. സോ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. അത് ഞാൻ എങ്ങനെയാണ്, അതായത് നിങ്ങൾക്ക് നമ്മുടെ കമന്റിൽ ആക്ച്വലി വീഡിയോ പോലെ പറയാം. അപ്പൊ നിങ്ങളുടെ വീഡിയോയും നമുക്ക് ഇടാൻ പറ്റും. അപ്പൊ നിങ്ങളിപ്പോൾ എക്സാമ്പിളിന് ഒരു വീഡിയോ എടുക്കുന്നു, എന്താണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദിക്കാം. അപ്പോൾ നിങ്ങളുടെ കൺസെന്റ് പ്രകാരം നമുക്ക് ആ ഒരു ചെറിയൊരു ഭാഗം നിങ്ങൾ എന്താണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അതിൽ ആപ്റ്റ് ആയിട്ടുള്ള സംഭവം നമ്മൾ പിക്ക് ചെയ്തെടുത്തിട്ട് അങ്ങനെ നമ്മൾ പണ്ട് വെള്ളിയാഴ്ച തിരനോട്ടം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നില്ലേ, അതുപോലെ. അപ്പോൾ ഒരു സംതിങ് ഡിഫറെന്റ് യു നോ ദാൻ യൂഷ്വൽ അല്ലേ? അതെങ്ങനെ പിക്ക് ചെയ്യും? അത് നമ്മൾ നോക്കിയിട്ട് അയ്യോ ലേറ്റ് ആവുള്ളൂ നോക്കിയിട്ട് റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്യാ. റെലവെന്റ് എന്ന് പറയുന്ന അതില് നല്ല ഇപ്പൊ ഒരേപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. യു പിക്ക് വൺ. എങ്ങനെ അയക്കും? അത് അയക്കാനായിട്ട് ഞാനൊരു പോർട്ടൽ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ എന്നും പറയാറില്ലേ, കുട്ടികൾ റോഡ് ക്രോസ് ചെയ്യണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്. അതെ, ഇവിടുത്തെ റോഡ് ക്രോസിംഗ് ആണ് കേട്ടോ കുട്ടികളുടെ. എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ടീച്ചർമാരും കുറച്ച് വളണ്ടിയേഴ്സും വന്നിട്ട് ഈ റോഡിൽ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് നിർത്തും. ഒരു സ്റ്റോപ്പിന്റെ സാധനം, അവിടെ ഒരു പെഡസ്ട്രിയൻ ക്രോസ് ഉണ്ട്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ സാത്തൊക്കെ പഠിച്ച സ്കൂൾ ഇത്. അപ്പൊ അവിടേക്ക് കുട്ടികൾ ഇങ്ങനെ ക്രോസ് ചെയ്യും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുട്ടികൾക്ക് തണുത്തിട്ട് പോയി ചേട്ടാ നമുക്കിങ്ങനെ തുറന്നു തരും. അപ്പൊ നമ്മള് സൂക്ഷിച്ചിട്ട് പോവാ. അതാണ് ഇവിടുത്തെ ഒരു പരിപാടി. ഇന്ന് ഞാൻ കുറേ കാലമായിട്ട് കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറേ സംഭവങ്ങൾ എല്ലാം ചേർത്ത് നമ്മുടെ റം സ്റ്റോറി വീഡിയോ, ഇത് ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ തന്നെ റിലീസായിട്ടുണ്ടാവും. ഇന്നപ്പോൾ അതൊക്കെ കളക്ട് ചെയ്ത് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഒരൊറ്റ ഇരുപ്പിനെ അതിൻ്റെ എഡിറ്റിങ് തീർത്തു. ആൻഡ് ഇറ്റ്സ് ഡൺ. താഴെ ഒരു സീരിയൽ ഓടുന്ന സൗണ്ട് കേൾക്കാണ്ട്. എന്താ ഞാൻ ഇവിടെ ഒരു പിള്ളേരെ വിട്ടിട്ട് 10 മണിക്ക് വന്നിരിക്കണം, 1:30, 11, 12, 1, 3.5 മണിക്കൂർ എഡിറ്റിംഗ് ആയിരുന്നു, വൺ ഷോട്ട്. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്രയും നേരം ഇരുന്നിട്ട് ഒറ്റ ഇതിന്. കാരണം ഈ വീഡിയോ ഇന്ന് തന്നെ ഇറക്കണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. സോ എഡിറ്റിംഗ് ഈസ് ഡൺ. സൗണ്ട് കണ്ട് ജവാബ് കി കബാസ്
വയ്യ അല്ലേ കുട്ടിക്ക് വയ്യ. ഒന്ന് എണീറ്റ് ഇപ്പൊ എന്താ ശരി എന്താണെങ്കിലും നീ 3 ദിവസം റെസ്റ്റ് എടുത്തല്ലോ. ഓസ്ട്രേലിയക്ക് പോയിട്ട് 3 ദിവസം നീ ഇത്ര റെസ്റ്റ് എടുത്തിട്ടുണ്ടാവില്ലല്ലോ. മതി ഇനിയെങ്കിലും നീ റെസ്റ്റ് എടുത്തു എന്ന് പറയണം കേട്ടോ. എനിക്ക് അത് കേൾക്കാനാ. ഈ റെസ്റ്റിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എണീറ്റ് പോണ്ടേ. ഇത് പൊള്ളിയതാ. ഇത് നിന്നെ പൊള്ളണേ അയൺ ബോക്സാ. ഇതിൻ്റെ ഇടയിൽ അയൺ ബോക്സിന് ഒട്ടിക്കാൻ പോയി. ഇതിന്റെ ഇടയിലല്ല മിനിങ്ങാന്ന് അയൺ ബോക്സ്. അയ്യോ തിങ്കളാഴ്ച കൈമയും കാലുമൊക്കെ ഇങ്ങനെ കിടന്ന് പാണ്ടായി. ഇപ്പൊ എങ്ങനെയുണ്ട്? പോയോ ഓക്കെ. ടയർഡാണോ? ഇന്ന് ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. ഇന്നലത്തെ ചിക്കൻ സ്റ്റോക്ക് ഉപയോഗിച്ചിട്ട് സൂപ്പ് ഉണ്ടാക്കിയട്ടെ. നല്ല സ്പൈസി സൂപ്പ്. ആ ചിക്കനും കട്ട് ചെയ്തിട്ട് ഇട്ട് തരാം. കോഴിമുട്ട എങ്ങനെ വേണ്ട ജസ്റ്റ് സ്പൈസി സൂപ്പ്. ഓക്കെ, വി ഗോണ ഈറ്റ് സം സ്പൈസി സൂപ്പ്. ദാറ്റ് ഷുഡ് ബി ഫൈൻ ഫോർ യു. Yeah? Okay, Han? So tomorrow you going to work? Most probably. Okay, that's good. So you take a break from here in this house. Okay? ഞാനും കുറേ നാൾ കൂടിയിട്ട് ഒരു സീരീസ് കണ്ടു തീർത്തു. സീരിയസ് ആയിട്ട് എന്നെ ഒന്നും കാണാവോ നീ ഒന്ന്? മുസാഫിർ കഫെ. നല്ല ഇഷ്ടം. ഒരു സ്ലോ അല്ല, റൊമാൻസ് ഡ്രാമ. ഒരു തരം റൊമാൻസ് എനിക്ക് എൻ്റെ അടുത്ത് പോലും ഇല്ലല്ലോ. നീ എന്തിനാ എന്നെ ഇപ്പോൾ കൊണ്ടുപോയി പ്ലാഡി? ഓക്കെ, ഞാൻ എണീറ്റ് പോയി തുണി എല്ലാം അലക്കാനിട്ട് എല്ലാം ശരിയാക്കി തുടങ്ങി. ദയവ് ഇത് ഇന്ന് എന്നെ ഒന്ന് ഫ്രീ ആക്കണേ. മോനെ ഞാൻ ഇത്ര അല്ല, എന്നോട് അത് ചെയ്തില്ലേ ഇത് ചെയ്തില്ലേ എന്ന് ചോദിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടെ, നീ കാണാണ്ടേ. മോനോട് ഞാൻ എന്തായാലും ചോദിച്ചോ? ഇപ്പൊ ചോദിക്കും. ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ 360 ഡിഗ്രി ഇത് ഓണാക്കിയിട്ട് വയ്ക്കണം, എന്നാലേ ശരിയാവുള്ളൂ. അല്ലെങ്കിൽ ശരിയാവില്ല ഗൈസ്. കാർഹിക പീഡനം നോ ഗുഡ് യുനോ. നമ്മുടെ ഇന്നലത്തെ ചിക്കനല്ലേ, ആ ചിക്കൻ തണുത്ത ചിക്കൻ കേട്ടാ. നമ്മളിന്നലെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചല്ല, ആ ചിക്കനാണ് ഞാൻ തണുത്തത് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത് നോക്കിയാൽ നമ്മൾ ഇന്നലെ വേവിച്ച ചിക്കൻ്റെ ഉള്ളിൽ സ്റ്റിൽ യു സീ ബ്യൂട്ടിഫുൾ മോയ്സ്ചർ. സോ മേക്ക് ഷുവർ യു നെവർ എവർ ഓവർ കുക്ക് ചിക്കൻ. ജസ്റ്റ് കുക്ക് ചിക്കൻ. Do not overcook. Overcooked doesn't mean it's well cooked. Well cooked means it's safe to eat. Anything above 75 degree internal temperature is safe. So, നോക്കിയേ ഒട്ടും ഡ്രൈ അല്ല. അല്ലാച്ചെങ്കിൽ ഇത് തിന്നാൻ പറ്റില്ല ഈ ചിക്കൻ. സോ നമുക്ക് ഇന്നലെ ഞാൻ ഇതിൻ്റെ കുറച്ച് സോസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ സോസിൽ ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ ഇതിപ്പോൾ നമുക്ക് രണ്ടുപേർക്കും കഴിക്കാനുള്ള പോർഷനായി. ചിക്കൻ ഗോയിങ് ഇൻ. നമ്മുടെ ഇന്നലത്തെ സോസ് കണ്ട, നല്ല ബട്ടറൊക്കെ ഇട്ടിട്ട് നൈസ് സോസാണ്. ജസ്റ്റ് ഒന്ന് വാമാക്കി എടുക്കണേ ഉള്ളൂ ഞാൻ. ഇനി നമ്മുടെ ഇന്നലത്തെ ചിക്കൻ സ്റ്റോക്ക് നല്ല തിക്ക് ചിക്കൻ സ്റ്റോക്കാണ്. അത് കാരണം തന്നെ ഞാൻ പകുതി എടുക്കുന്നുള്ളൂ, ബാക്കി വെള്ളം ചേർക്കാൻ പോവാണ്. യു സ്റ്റിൽ ഗെറ്റ് നൈസ് ഫ്ലേവർ. നമ്മുടെ നൂഡിൽ ഇതാക്കി വെച്ചിട്ടുള്ള വെള്ളമുണ്ട്, ആ വെള്ളം കൊണ്ട് ഒഴിക്കാം. സോ യു ഗെറ്റ് ബിറ്റ് ഓഫ് സ്റ്റാർച്ചിനെസ്സിന്. ഇനി ആ നൂഡിൽസിൻ്റെ പാക്കറ്റിലുണ്ടായിരുന്ന അതേ അതിൻ്റെ പൗഡറില്ലേ ഒരു ലേശം സോയ സോസ് ആൻഡ് അവർ നൂഡിൽ സൂപ്പ് റെഡി. കഴിഞ്ഞ ദിവസം നമ്മളുണ്ടാക്കിയ ഡംപ്ലിംഗ് ഇല്ലേ, അതിവിടെ ഇരുന്നിരുന്നു. അത് മുഴുവൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതൊന്ന് ഞാൻ ജസ്റ്റ് ഈ സൂപ്പിലൊന്ന് മുക്കിയെടുക്കുന്നു കേട്ടോ, അത് ചൂടാവാനായിട്ട്. അപ്പോൾ അത് നമുക്ക് അവസാനിപ്പിക്കാം. കുറച്ച് ഡംപ്ലിങ്സ്, 5 ഡംപ്ലിങ്സ്, 6 ഡംപ്ലിങ്സ്, ലിറ്റിൽ ബിറ്റ് ഓഫ് എ നൂഡിൽ. ഓക്കെ, then our soup. Nice cold weather nu pattiya nice soup. Same thing in here. ഞാൻ നൂഡിൽസ് കഴിക്കുന്നില്ല, ഓൺലി ഡംപ്ലിങ്സ്. നൂഡിൽസ് വൈകുന്നേരം പ്രിങ്ങുവിന് മുട്ട ഉണ്ടാക്കി കൊടുക്കാം. നമ്മുടെ ചിക്കൻ നോക്കിയേ, ചിക്കൻ ഈസി. ഇപ്പോൾ തലേദിവസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ ഇതുപോലെ റോസ്റ്റ് ചെയ്ത് വെച്ചാൽ ഗുണം എന്താ വെച്ചാൽ ഒരു 10-20 പീസ്
റോസ്റ്റ് ചെയ്ത് വെക്കുക. then whenever you want just heat up some sauce and that's your food. Oh, the sauce is buttery sauce and tastes so good. ഇതുകൊണ്ട് കഴിച്ചിട്ട് പറഞ്ഞുതരാം കേട്ടോ. വെരി ഗുഡ്. ഇന്ന് ഒരു ഭയങ്കര വലിയൊരു കുക്കിംഗ് ടിപ്പാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാൻ പോണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹോങ്കോങ്ങിൽ നിന്ന് പഠിച്ചതാണ്. ഹൈനാനീസ് ചിക്കൻ ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടു കാണും. ഞാൻ പലപ്പോഴും ഹൈനാനീസ് ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഹോങ്കോങ്ങിൽ നിന്ന് കഴിച്ച ഒരു ഹൈനാനീസ് ചിക്കൻ ഞാൻ എൻ്റെ ലൈഫിൽ മറക്കില്ല. വെരി ടെൻഡർ, സോഫ്റ്റ്, ബ്യൂട്ടിഫുൾ, ബട്ട് ദേ സെർവ് കോൾഡ്. എന്തുകൊണ്ടാണ്? തണുത്ത ഒരു ചെറിയൊരു ഒരു റൂം ടെമ്പറേച്ചറിലാണ് ഈ ചിക്കൻ സെർവ് ചെയ്യണത്. അപ്പോൾ ഞാൻ ഇത് എന്തുകൊണ്ടാണെന്ന് ഇങ്ങനെ നോക്കി വന്നപ്പോഴാണ് ഒരു കുറേ വീഡിയോ നോക്കിയപ്പോഴാണ് ഒരു വീഡിയോയിൽ എനിക്ക് മനസ്സിലായത് 2 റീസൺ കൊണ്ടാണ് ഇതിങ്ങനെ ഭയങ്കര ജ്യൂസി ആൻഡ് ടെൻഡർ. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊന്നിലും പെടാത്തൊരു റീസൺ, ദ ക്വാളിറ്റി ഓഫ് ചിക്കൻ ഈസ് സോ ഗുഡ്, ബ്യൂട്ടിഫുൾ. ഇറ്റ്സ് എ ബിറ്റ്വീൻ എനിക്ക് തോന്നുന്നു കൺട്രിയുടെയും ബ്രോയിലറിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് ചിക്കനായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല യെല്ലോയിഷ് കളറാണ് ചിക്കന്, അത് തന്നെ ഒരു ഭംഗിയാണ്. നമുക്ക് വേണമെങ്കിൽ മഞ്ഞപ്പൊടി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ്ലി ഈ ചിക്കൻ വേവിച്ച വെള്ളം ഭയങ്കര ജലാറ്റിനിയസ് ആയിട്ടുള്ള വെള്ളത്തിലാണ് ഇവർ ഈ ചിക്കൻ കുക്ക് ചെയ്യുക. സ്ലോ കുക്ക് ചെയ്തെടുക്കുക ചെയ്യുക. എന്നിട്ട് ഇവർ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കും. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ ഇത്രയും ജലാറ്റിനിയസ് ആയിട്ടുള്ള ചിക്കൻ്റെ സ്റ്റോക്കും ഈ ചിക്കനിലുള്ള ജലാറ്റിൻ എന്താ വെച്ചെങ്കിൽ ഇതിൻ്റെ പ്രോട്ടീനും മറ്റുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ തണുത്ത ചിക്കൻ്റെ അകത്ത് ഈ ജെല്ലി പോലെ ഈ സംഭവം ഇരിക്കുന്നുണ്ടോ. അതുകൊണ്ടാണ് അവർ ചൂടാക്കി കഴിഞ്ഞാൽ ജെല്ലി മെൽറ്റായി പോവും, നമ്മുടെ ഈ സ്റ്റോക്ക് മെൽട്ടാവണ പോലെ. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ പിറ്റേ ദിവസം അവർ കോൾഡാണ് സെർവ് ചെയ്യണത്. ഇത് സയൻറ്റിഫിക് പരമായിട്ട് കോൾഡ് സെർവ് ചെയ്യണത് ആക്ച്വലി സമ്മതിക്കില്ല, പക്ഷേ അവർ കാലാകാലങ്ങളായിട്ട് അങ്ങനെയാണ് കഴിക്കണേ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഈ പെർഫെക്റ്റ്ലി കുക്ക് ചെയ്തിട്ടുള്ള ഇതേപോലത്തെ ചിക്കൻ അധികം ചൂടാക്കാതെ പിറ്റേ ദിവസം കഴിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആൻഡ് ദ ചിക്കൻ വെരി ടെൻഡർ, വെരി ജ്യൂസി, ഇറ്റ് ജസ്റ്റ് സെർവ് വാം. അടുത്ത ദിവസം നമുക്കൊരു ഹൈനാനീസ് ചിക്കൻ, സോ ഗുഡ്, അങ്ങനെ ട്രൈ ചെയ്ത് നോക്കട്ടോ. ദാറ്റ്സ് ദ ബെസ്റ്റ് ടിപ്പ് ഫോർ ദ ഡേ. സോ വെൻ യു ട്രാവൽ you actually find out a lot of things, you know. ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ വെച്ചപ്പോൾ നീ ഞങ്ങളുടെ ഓടിയപ്പോഴേക്കും കുളിക്കാൻ ബെസ്റ്റ്. ആ സൂപ്പ് ചൂടാറിയുണ്ടാവില്ലേ? അപ്പം അതിനിടെ എനിക്ക് അല്ല അതാണോന്ന് ചോദിച്ചു. വേണ്ട, ഇത് നമുക്കുള്ള സൂപ്പ്, അതിന് ഡംപ്ലിങ്സ് ഉണ്ട്. ഇനി ഇത് ചിക്കൻ ആവശ്യത്തിന്, അത് ഞാൻ എരിവ് ഇട്ടിട്ടില്ല. ഇത് ആവശ്യത്തിനുള്ള ചിക്കൻ, ഇത് ബാക്കി അവിടെ വെച്ചോ, വൈകുന്നേരം കൊടുക്കാം, അല്ലെങ്കിൽ പിങ്ങൂന് കൊടുക്കാം. ഇനി ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്യട്ടെ. പാത്രം മോനെ എടുത്ത് വെച്ചപ്പോ ഇല്ല, ഒന്ന് കഴുകണമല്ലോ, കഴുകിയാലേ എടുത്ത് വയ്ക്കാൻ പറ്റും. നിനക്ക് സുഖല്ലേ? വലിയ സുഖമില്ല. എന്തെങ്കിലും ലേശം സുഖക്കുറവ്? കിടന്നിട്ട് ക്ഷീണിച്ചു? അല്ലാതെ തന്നെ ക്ഷീണിച്ചു. ഇപ്പോഴും എന്റെ കണ്ണ് കണ്ടോ, മൂന്ന് കണ്ട? ആ ശരിയാ, നിന്റെ കണ്ണ് നോക്കട്ടെ. നിന്റെ അന്ന് തന്നിട്ടല്ലേ നിന്റെ കണ്ണിട്ടേ. എല്ലാവർക്കും വയ്യ. അവസാനം എന്നെ പറച്ചില്ല ഇവിടെ, തന്തയ്ക്ക് എന്ന് അസുഖം, തന്തയ്ക്ക് എന്ന് അസുഖം. തന്തയ്ക്ക് അസുഖം ഉണ്ടായി തന്ത അസുഖം കൊണ്ട് നടക്കുക. തല ഇറങ്ങണ്ടല്ലോ മോനെ. ഓ മോൻ കഴിച്ച ഓൾറെഡി? ഞാൻ കഴിച്ച്. എനിക്ക് സൂപ്പ് ചൂടാറിയത് പിന്നെ എങ്ങനെയുണ്ട്? നല്ല എരിവണോ? മതിയോ? മൈദ കഴിച്ചത് കുഴപ്പം കഴിക്കണ്ടേ? അതെനിക്കറിയില്ല. മുടി എൻ്റെ ഒപ്പം തിന്നണ്ട കേട്ടാ, അത് നീണ്ടിട്ട് ഇരിക്കണതേ. നീ നൂഡിലാഞ്ചിട്ട് മുകളിൽ നിന്ന് അച്ചുമോനെ പോലെ ഇത് നിർത്ത് മാറ്റി അത് കാണിക്കണതാണ്. Oh my gosh, that's HMO for you. So Golda is looking pretty alright in this morning, guys. So
ദാറ്റ്സ് എ ഗുഡ് സൈൻ. ആ അപ്പൊ പ്രെറ്റി ഓൾറൈറ്റ് അല്ല, ജസ്റ്റ് ഓൾറൈറ്റ്. ഇനി എന്തെങ്കിലും ഇനിയിപ്പോ ഓൾറൈറ്റ് ആന്ന് പറഞ്ഞാലോ വെച്ചിട്ടാ ഇനി നമ്മളെന്തെങ്കിലും പണി പറഞ്ഞാലോ പോ മോനെ ഒന്ന്. എന്തിട്ടാ ഞാൻ ഓൾറെഡി അവിടെ കിടന്ന ഫുള്ള് പണി അലക്കാൻ കൊണ്ടിട്ട് വിചാരിച്ചു ഞാൻ ഓൾറെഡി അവിടെ കിടന്നു. ഷീറ്റ് അലക്കാനുണ്ട്, ഇനി എല്ലാം ഒന്ന് കഴുകണം. ഭയങ്കര പണി അലക്കാനുണ്ടല്ലേ. എന്തേ ഞാൻ പൊതച്ച് കിടന്നല്ലേ 2 ദിവസം. അതിന് നിങ്ങൾ ആരെങ്കിലും പൊതച്ചിട്ട് നിങ്ങക്ക് വല്ല അസുഖം വരണ്ടെന്ന് വിചാരിച്ചിട്ടാ. ആ കാറ്റിൽ നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടാ. ഞാനാണെച്ചെങ്കിൽ അതിലും കൂടി നിങ്ങളെ ഇട്ടിട്ട് ഉരുട്ട് ഞാൻ തന്നെ എന്താ നിനക്കും കുട്ടികൾക്കൊക്കെ നല്ല ഇമ്മ്യൂണിറ്റി ഇല്ലേ ഞാൻ. കാരണം നിങ്ങൾക്കൊന്നും ലൈഫിൽ ഒരു അസുഖം വരില്ല, അത്രയ്ക്കധികം ബാക്ടീരിയ ഞാൻ ഇവിടെ വെതറി കഴിഞ്ഞു. എന്റെ പേര് തന്നെ ഈ കോവിഡ് വാക്സിനാ. ഞാൻ എല്ലാവർക്കും വാക്സിൻ തന്നുകൊണ്ടിരിക്കും. നാച്ചുറൽ വാക്സിൻ കൊടുക്കണേ. നാച്ചുറൽ വാക്സിൻ എന്ന് പേരിടാന്നില്ല നിങ്ങൾക്ക്? ഡംപ്ലിങ് വേണ്ട മോനെ. ഡംപ്ലിങ് വേണ്ടേ? ഇതിൽ കിട്ടോ പ്രിങ്ങപ്പനോട് എല്ലാ വേസ്റ്റോടെ കിട്ടോ. പ്രിങ്ങപ്പനെ കയറി യസ്മീൻ കഴിച്ചോളൂ. സ്കൂളിൽ ചെന്നപ്പോൾ ടീച്ചർ പറയാം അവിടുത്തെ യസ്മി എനി ടൈം ഫുഡ് ടേബിളിന്റെ മുകളിലേക്ക് എത്തി അപ്പൊ ഒരു അങ്ങനെ പറഞ്ഞില്ല ടീച്ചർ. അല്ലേ പിന്നെ എങ്ങനെയാ പറഞ്ഞു? അല്ല പുള്ളിക്കാരി പറഞ്ഞത് അവള് നന്നായിട്ട് ഫുഡ് കഴിക്കുന്നു, സന്തോഷമുള്ള കാര്യല്ലേ. അവള് ഒരു ദിവസം കഴിക്കാതിരുന്നപ്പോ മോനെ ഇവിടെ കിടന്ന് അവളെ ആവശ്യത്തിന് കഴിക്കുന്നുള്ളൂ, അവൾക്ക് ഇഷ്ടമാണെന്ന് മാത്രം. അവള് ഷീ എൻജോയ്സ് ഫുഡ്, ഷീ ഈസ് എ ഫുഡി ലൈക്ക് മീ. ഇപ്പൊ അങ്ങനെയായി, അല്ലെങ്കിൽ അത് നല്ല ഇപ്പം മോൻ ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോ നല്ല കാര്യമായി. അല്ലെങ്കിൽ ഞാനൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞ മോൻ അത് പൊട്ടയായിട്ട് പറഞ്ഞു. ഞങ്ങളെ പോലെയല്ല ഞാൻ കഴിക്കണേ. ഞാൻ ശരിക്കും നോക്കി സാധനം സെറ്റാക്കി ആവശ്യമുള്ളപ്പോ സ്വിച്ച് ഓൺ ആക്കി. നീ നോക്ക്, എന്നെ നോക്ക്. 3 ദിവസം ഉറങ്ങിയില്ല, 3 കിലോ കുറഞ്ഞ്. 3 ഞാൻ പോയ 3 ദിവസേ ഉറങ്ങാതെ ആരാണെങ്കിലും നിലവിട്ടു പോകും. ഞാൻ ഇന്നലെ ഉറങ്ങിയില്ല. തരി കൊള്ളും കുറയണില്ല. എനിക്കങ്ങനെ കുറയില്ല. അതിന് നിനക്ക് തോന്നണതാ നീ ഉറങ്ങിയിട്ടില്ല. ഇല്ല ഞാൻ ഉറങ്ങിയില്ല. മോൻ വന്ന് ഞാൻ വന്ന് ചോദിക്കുമ്പോ മാത്രം നീ എണ്ടിരിക്കണല്ലോ. നിന്റെ എത്ര വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് നീ ഉറങ്ങണത്. എന്നിട്ട് പറയണേ ഞാൻ നോക്കുമ്പോ റൂമിന്റെ ഉള്ളിൽ നിന്ന് മറ്റേ ഒരു വാണല്ലേ നാട്ടില് മുകളിലേക്ക് പോകുമ്പോ സൗണ്ട് കേൾക്കണേ അതേപോലെ 4 ആൾക്കാര് ഏറ്റവും രസം. ഞാൻ നോക്കുമ്പോ ഈ ഡമ്മി വായന നടന്നിട്ട് അതിനിടെ കൂടെ കാറ്റ് പറഞ്ഞ ഇന്നലെ രാവിലെ ഇരിക്കും. സോറി രാവിലെ ഉറങ്ങുമ്പോഴത്തേട്ടാ ഞാൻ നൈറ്റില് എത്ര നേരം ഉറങ്ങിയില്ല, 3:45 വരെ മോനെ. നീ എങ്ങനെ ഉറങ്ങണ? ഇന്നലെ പകല് മുഴുവൻ ഉറങ്ങില്ലായിരുന്നു നീ. അതുകൊണ്ടല്ല പിന്നെ പകലാകെ 4 മണിക്കൂർ. പകല് 4 മണിക്കൂർ, ഉച്ചക്ക് 4 മണിക്കൂർ, 8 മണിക്കൂർ, പിന്നെ രാത്രി കിടന്ന് എങ്ങനെ ഉറക്കം പറ്റില്ല. ഞാൻ എത്ര നാളായി അങ്ങനെ. ഞാൻ അസുഖം വന്നാന്നും അങ്ങനെ കിടന്നുറങ്ങാറൊന്നുമില്ല. ഉണ്ടാ അസുഖമല്ല, ഈവൻ പിള്ളേരുണ്ടായിട്ട് എക്സ്പീരിയൻസ്. നിനക്ക് അസുഖം വന്നപ്പോഴൊക്കെ നീ റെസ്റ്റ് എടുക്കും നന്നായിട്ട്. അത് ചെയ്യാൻ പാടില്ല. അറിയാം, ലാസ്റ്റ് അസുഖം വന്നത് 4 കൊല്ലം മുന്നേ. എപ്പോഴാ? കോവിഡ്. കണ്ണു വെച്ച നുണ പറയല്ലോ എന്റെ പൊന്നു കോളുടെ. നിനക്ക് 4 വർഷം മുന്നേ അസുഖം വന്നേ. കോവിഡിന്റെ ഇടയിൽ ഒരു ദിവസം വയ്യാണ്ട് ആ മുകളിലെ കട്ടിലുമ്പോ കിടക്കണത് ഈ വീഡിയോ തുടങ്ങിയപ്പോ തന്നെ ഉണ്ട്. സിക്കായിട്ട് 2 തവണ നിനക്ക് സിക്ക് വന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെ കിടക്കൊന്നുമില്ല. എന്നാ പിന്നെ ഈ കണ്ട ആൾക്കാരോട് കൂടെ സിക്ക് വിളിച്ചത് എന്തിനാന്ന് ചോദിക്കേട്ടാ. ഇതിനു മുന്നേ നീ സിക്ക് വിളിച്ചിട്ടുണ്ടല്ലോ. ഒരു മുമ്പ് സിക്കായിട്ട് പെട്ടെന്ന് ഈ മുടിഞ്ഞോനെ കൊണ്ട് ഈ പണ്ടരക്കാലം ഞാൻ സിക്കടിച്ചതില്ലേ. ഇപ്പൊ ഞാൻ സിക്ക് എന്ന് പറഞ്ഞ സാധനം നമുക്ക് മെന്റലി സിക്ക്, ഒരു ഓഫ് വേണം, അങ്ങനെ തോന്നുമ്പോ ഒക്കെ വിളിക്കാന്നാണ്. ഞാൻ പറഞ്ഞു അല്ലാതെ എന്താ. ഞാൻ ഒരു കോമഡി പറഞ്ഞത് നിനക്ക് സന്തോഷമായില്ലേ? നീ ചിരിച്ചില്ലേ? അത്രന്നെ വേണ്ട. ലൈഫ് എന്ന് പറയുന്നത് തന്നെ കോളുടെ. ഇത്ര നേരം എവിടെയായിരുന്നു? ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാ, കഞ്ഞി കുടിക്കണ. ഓക്കെ
ഇത് ഈ വള്ളി ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ വള്ളി കണ്ട, ഇതൊരു ഒറ്റ വലിച്ചൊരു ഒറ്റ വീട്ടില്ല. ഇതിൻ്റെ സാധനം വന്നിട്ട് കണ്ടിട്ട് കൊണ്ട് നോക്കിയേ. ഇതൊക്കെ എവിടെ നിന്നാവോ എല്ലായിടത്തും കൈ തിളക്കിയിട്ട് വലിക്കുന്നത് പോലാ. ഇന്നലത്തേക്കാളും തണുപ്പ് ഇന്ന് വരുന്നത് തോന്നണം കേട്ടോ. ഞാൻ ഇപ്പം തന്നെ നല്ല തണുപ്പുണ്ട്. ഇന്നിപ്പോൾ ഉച്ചരിഞ്ഞിട്ട് ഇപ്പം 12 ഡിഗ്രിയാണ് ഇപ്പോൾ കാണിക്കണേ. ഇറ്റ്സ് ഗെറ്റിംഗ് കോൾഡ്. ഇന്ന് രാത്രിയും കൂടിയും ഭയങ്കര തണുപ്പാവുമെന്നാണ് പറയണേ. അറിയില്ല, ഓൾമോസ്റ്റ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കൊണ്ടേ ചില ആൾക്കാർ അതൊരു നല്ലൊരു കാര്യം ഞാൻ ഇപ്പം പറയാം. തണുപ്പ് രാജ്യത്തുള്ള ആൾക്ക് തണുപ്പ് ബെയർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ഡിഫറെൻറ്റ്. ഇപ്പം ന്യൂസിലാൻഡിൽ ഓക്ലാൻഡിൽ ഇവിടുത്തെ ഒരു ഡീപ്പസ്റ്റ് തണുപ്പ് എന്ന് പറയുന്നത് ഒരു -2 ഒക്കെയാണ്. അതും നൈറ്റിൽ വരും. രാവിലെ എന്ന് പറയുമ്പോൾ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് 2 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞാൽ അസാമാന്യ തണുപ്പായി. ബാംഗ്ലൂരെ നോക്കിക്കോ, ചില സമയത്ത് വരിക 10 ഡിഗ്രി ഒക്കെയാ. ആ 10 ഡിഗ്രി എന്ന് പറയുന്നത് തന്നെ തണുപ്പാണ്. അതെന്താ കാരണം? നമ്മളവിടെ 10 ഡിഗ്രി പോലും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇപ്പൊ മലയാളികൾക്ക് ഡിസംബർ മാസത്തിൽ നമ്മുടെ നാട്ടിൽ 10 ഡിഗ്രി വരുമോ? ഇല്ല. ഇപ്പൊ ചിലപ്പോൾ വയനാടൊക്കെ ഒരു പക്ഷെ ചിലപ്പോൾ വൺസ്, പിന്നെ മൂന്നാർ ഭാഗത്തൊക്കെ ചിലപ്പോൾ വരുമായിരിക്കും. അപ്പൊ ആ സമയത്ത് തൃശ്ശൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ ഒരു 14 ഡിഗ്രി ഒക്കെ വന്നപ്പോൾ ഈ 14 ഡിഗ്രി തന്നെ പറയുന്നത് ഇറ്റ്സ് ടു കോൾഡാണ് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം. യു ഫീൽ സോ കോൾഡ് ബിക്കോസ് യു ആർ നോട്ട് പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. അങ്ങനെയാണ്. ഇപ്പോൾ ചിലർ പറയും ചിലപ്പോൾ കാനഡയിൽ പിന്നെ ഇതൊക്കെ എന്തൊരു കോപ്പാണ്, കാനഡയിൽ ഞങ്ങൾ ഡീൽ ചെയ്യണത് -14 തോന്നാം. അതിൽ കാര്യമില്ല. ബിക്കോസ് തണുപ്പ് തന്നെ, പക്ഷേ യു ആർ ഡീലിംഗ് മച്ച് ബെറ്റർ ദാൻ ദാറ്റ് ബിക്കോസ് ഓഫ് ദ വെയർ ക്ലോത്ത് എല്ലാം തന്നെ വ്യത്യാസം. യു ആർ മച്ച് പ്രിപ്പയർഡ് ദാൻ ന്യൂസിലാൻഡ്. അതാണ് വ്യത്യാസം. അങ്ങനെയാണ് നമ്മൾ തണുപ്പിനെ ജഡ്ജ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ തന്നെ ന്യൂസിലാൻഡിൽ വന്നിട്ട് ആദ്യം വരുമ്പോൾ ഉള്ളതിനേക്കാളും ഇപ്പോൾ തണുപ്പ് തോന്നാറില്ലല്ലോ. സോ യു ആർ മച്ച് പ്രിപ്പയർഡ്. വന്ന സമയത്ത് ഭയങ്കര തണുപ്പ്. അങ്ങനെയാണ്. ഹോട്ടലിൽ ചൂസ് ചെയ്യും. അല്ല, ഞാൻ ഉദ്ദേശിച്ച മോനിപ്പോ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും മോൻ എന്നാ തണുപ്പായിരിക്കുന്നതാണ് ഞാൻ അവിടെ ചെല്ലുമ്പോ വൺ ഓഫ് എനിക്ക് തണുപ്പ് പേഴ്സണലി ഐ കാണ്ട് എൻജോയ് തണുപ്പ്. പക്ഷെ ഞാൻ തണുപ്പത്തും അധികം വസ്ത്രം ഇല്ലാണ്ട് നടക്കുന്ന ഇടത്തിലാണ്, അത് വേറെ കാര്യം. പക്ഷെ എനിക്ക് തണുപ്പ് ഇഷ്ടമല്ല. കാർ റോട്ടിൽ കൂടെ നീ അത് പേടിക്കണ്ട. നീ എല്ലാ ദിവസവും ഈ കാറ് പോണ സമയത്ത് പേടിക്കുന്ന എന്തിനാ? നീ എന്നും ഈ കാറിൽ ഇരുന്നിട്ട് തന്നെ. ശരി ചേട്ടാ, ഇതൊന്നും പറിച്ചിട്ട് അങ്ങോട്ടേക്ക് വെച്ചു, അവിടെ നിന്ന് പറിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വെച്ചു. കറുപ്പം വെള്ളി കാലത്ത് ഈ ഷൂ ഇട്ടിട്ടാണല്ലോ പോയത്. ഷൂ എവിടെ? ഷൂ കം സോക്സ് എവിടെ? അതെവിടെ? ഓ, എന്താ സ്നേഹം, പട്ടിക്കുട്ടി നിൽക്കണ പോലെ നിൽക്കണേ. ആരെ പറഞ്ഞ അവള് തീറ്റന്ന്? അതാണ് ഇപ്പൊ കുഴപ്പമുണ്ടായത്. ജോസേ എവിടെ നീ? അതെ വരും. ഇതെവിടെയാ? വാ. ഗോയല്ല കം. ഓ, പറഞ്ഞിട്ടാ വരുന്നത്. ചോറ് കഴിഞ്ഞാൽ തൈര് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യപ്പോ അല്ലേ? പട്ടിണിട്ടാ മതി. ഓ, അവിടെ കുണ്ടിവാസന്റെ വരവ് കണ്ടില്ലേ? ലില്ലിപ്പൂ വിരിഞ്ഞ അതേ പറഞ്ഞ അടുത്ത ഡ്രസ്സ് ഇട്ടുമ്പോൾ എന്തത് സ്വാടിയത്തിലെ മോലാളി നിൽക്കണ പോലെയാണല്ലോ നിൽക്കണേ. ട്രൗസറൊക്കെ ഇട്ട് എന്താ പരിപാടി? കുളി കഴിഞ്ഞാ? ഫുഡ് കഴിക്കണില്ലേ? മാമു വേണോടാ? വേണ്ടേ? കണ്ണെഴുതിയിട്ടുണ്ട് കുട്ടി. അതിപ്പോ അവിടെ കളി നടക്കണേ, ജ്വരത്തിലായിരിക്കണേ. അതാ അവിടെ പെറുങ്ങുന്റെ നോന്ന് നീ എന്നോടാ പറയണേ. യു നോ കം ഹിയർ. അതിന് മതിയും കൊടുക്കണ്ട. മതിറേ തുപ്പി 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 ദേ തുപ്പണു. കണ്ടു ഞാൻ നിനക്കൊരു ഒരു ഡ്രിങ്ക് മിക്സ് ചെയ്തേ.
മോളുടെ ഇന്ന് ഒരു സീരിയസ് പറയല്ലേ നോ മോളുടെ 3 ദിവസമായിട്ട് ഫ്രോസൺ ആണ് ഇനി തിന്നുന്നു കേട്ടാ അല്ലേ ഈ കുട്ടിക്ക് എന്നിട്ട് വേണ്ടേ നൂഡിൽസ് തിന്നണേ പ്രിങ്ങുവിന്റെ ലഞ്ച് ഇപ്പൊ തീരൂട്ടാ ആ ഒറ്റപ്പല്ലി ഞങ്ങൾ പേര് മാറ്റിട്ടാ അച്ഛമ്മന്റെ ഒറ്റപ്പല്ലി എന്നാക്കി പിന്നെ ഓ ഒറ്റപ്പല്ലി അടുത്ത ആള് വരും 2 പല്ലി ഇത് കിട്ടാൻ വേണ്ടിട്ടാ നേരത്തെ മുഴുവൻ ചോറുണ്ടഞ്ഞേ മനസ്സിലായില്ലേ പ്രിങ്ങുവിന്റെ ലഞ്ച് അത് നാളത്തെ ലഞ്ചാടാ ലഞ്ച് തീർന്നിട്ടാ ഇല്ല വിങ്ങോ പ്രിഞ്ച് തീർന്നു പ്രിഞ്ച് 2 പല്ലി വരുന്നുണ്ട് വരിക യെസോ ഇവിടെ തൊട്ടിട്ട് കറിയണേ കടിച്ചാ അങ്ങനെ കുട്ടി പോക്കണ്ടാ മൂക്കടിക്കതിന്റെ മുകളില് അയ്യോ 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 നാട്ടുകാരെ ഓടി വരണേ ഇങ്ങോട്ട് വാ. അതെ അവിടെ ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരുന്നാ മതി കേട്ടാ അട അതെടുത്ത് തിന്ന മറ്റേത് തിന്നെ അപ്പോഴേക്കും അട ചൂടാറും ഏതാ ഏതാ അടുത്ത് വെക്കാൻ മറ്റേത് തിന്നല്ലേ മോൻ പോർക്കാ അപ്പോഴേക്കും ഞാൻ ചൂടാറ്റി തരാം ഞാൻ കുറച്ച് പാത്രത്തിൽ വെച്ചിട്ട് ചൂടാക്കണം അല്ല ഞാൻ ഇതിലിടാനാ നോ അതിലിടണ്ട ഈ ഫസികളൊക്കെ എവിടെ നിറപ്പാ അത് ആ പാത്രത്തിൽ തന്നെ തിന്നാ പോരെ പൂപാത്രം അതിൽ തിന്നാൽ എന്ത് കുഴപ്പം അത് ചൂടാണ് അതിപ്പോ ഇലയിലിട്ട് ഇലയെന്ന് അവിടെ എല്ലാം പറ്റിക്കണമെന്ന് കർത്താവേ നീ പാനപാത്രം നമ്മളെ പാനപാത്രം പോയി കഴിഞ്ഞാൽ കാണാം 10 കിലോ കുറയും പാനപാത്രം പോയാൽ ഈ 3 പാത്രങ്ങളും കൊണ്ട് പോയാൽ മതിട്ടാ എനിക്ക് ഇവിടെ പാത്രങ്ങളൊന്നും വേണ്ട പാനപാത്രം ഉള്ളതും കാലം മതി പാത്രങ്ങള് അത്യാവശ്യം പാത്രം കുട്ടി കലൊക്കെ ആയിട്ട് ഞാൻ നടക്കണേ പ്രിങ്ങുണ്ട് ലഞ്ച് ഇപ്പൊ തീരും നീയൊക്കെ നേരത്തെ തിന്നതല്ലേ ഇനി എന്തിനാ ഈ നമ്മൾ തിന്നണ നേരത്തേക്ക് ഇവിടെ വന്നിരിക്കണത് കായ് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ കുട്ടികളുണ്ട് വെച്ചെങ്കിൽ പറയൂ പ്ലീസ് കമന്റ് ബിലോ ഇനി ഞാനൊരു പെഗ് ഒഴിച്ചു ഞാൻ മാത്രമേ ഉള്ളൂ ഒരു 30 സൈഡിൽ 30 അത് തീർക്കാതെ മയില് ബ്യൂട്ടിഫുൾ നല്ല ബൂമ്പാങ്ങർ അമ്മ അടിപൊളിയാട്ടാ നൈസാ ബാബറി ബാബറി എന്നൊരു ബാബറി പിന്നെ തങ്കത്തിന് 2 അടുത്ത് വെക്കാൻ അങ്ങോട്ട് ഒറ്റപ്പല്ലി 2 പല്ലി അമ്മയുടെ തങ്കം അല്ലേ അച്ചു പിറങ്ങാൻ ഉടല് കഴിഞ്ഞു ഇല്ല പെങ്ങു വെറുതെ പറയണയാണ് ഓ ഇതെങ്ങനെയാ ഒറ്റപ്പല്ലുണ്ടോ തിന്നോ അതെന്തിനു മോനെ അത്രയും വലുത് കൊടുക്കണം ഒരെണ്ണം മുറിച്ചു കൊടുക്ക് നൂല് പോലെ അത് ഇറങ്ങി പോകും നല്ല പോലെ ഇറക്കി വിടുന്നുണ്ട് ഇത് കണ്ടല്ലേ ലോകത്തിലെ ഏത് കുട്ടികൾക്കും ഏത് സമയത്തും കൊടുത്ത ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണമാണ് ഇത് നൂല് പോലെ നാളെ വരും ഇതും കൂടെ ഈ കല വെക്കട്ടെ നീ കൂടി കയറിയിരുന്നു അതിന്റെ ഭാര്യയ്ക്ക് വരില്ലല്ലോ അപ്പൊ ഗൈസ് ഓക്കെ പറ ഓക്കെ another beautiful day ending here ഇന്ന് ആക്ച്വലി എന്താ ചെയ്തത് നമ്മളിന്ന് ഇന്ന് മോൻ വീഡിയോ എഡിറ്റ് ചെയ്തു ഇന്നൊന്നും വലിയ കാര്യമായിട്ടുണ്ടായിരുന്നില്ല എന്ന് നമ്മൾ കുക്ക് ചെയ്യാന്ന് വിചാരിച്ച മറ്റേ തിരാമിസു കുക്കിംഗ് നടന്നില്ല പ്രിങ്ങ we got to say something no so yeah that's it നാളെയെങ്കിലും ഗോൾഡ തിരാമിസു ഉണ്ടാക്കും എന്ന വിശ്വാസത്തോടെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തോളം കാണാം അതുവരെയും ബൈ ഫോർ നൗ ബൈ ബൈ
അല്ലാത്ത ആ കണ്ണ് ഡേ തൈര് തിന്നുമ്പോ കണ്ണ് ഇങ്ങനെയാ തുമ്പിക്ക് പറഞ്ഞോ ഒന്ന് ഇപ്പൊ എടുത്ത് തിന്നോന്ന് അവിടെ വെച്ചോ ഡേ